ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പം ഞാൻ കഴിഞ്ഞ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് ചെയ്യുന്നത്. എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഒരു 5:45 ആയപ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ട്. 8:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ 2 മണിക്കൂർ മുന്നെയെങ്കിലും 1-2 മണിക്കൂറിന് മുന്നേ റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. ഡൊമസ്റ്റിക് ആയതുകൊണ്ട് അത്ര മതി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ഈ ടൈം ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്തെത്തി കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ആലുവയിൽ നിന്നായതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു 15 മിനിറ്റൊക്കെ ഉള്ളൂ നമുക്ക് എയർപോർട്ടിലേക്ക്. അപ്പോൾ യൂബർ വഴിയാണ് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോട്ടലിൽ നിന്ന് തന്നെ അവർ ബുക്ക് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കയറുകയാണ്. അപ്പോൾ ഫസ്റ്റ് ID ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബോർഡിങ്ങും ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം വെയിറ്റിംഗ് ആയിരുന്നു. ഒരു 10-15 മിനിറ്റ് ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് ഗ്രൂപ്പായിട്ട് പോകുന്ന, ലക്ഷദ്വീപിലേക്ക് തന്നെ പോകുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ലേഡീസ് ഓൺലി ഉണ്ട്, പിന്നെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് പ്രായമുള്ളവർ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ടീംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് അലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റിലാണ്. ഇൻഡിഗോ അലയൻസ് ആണ് തോന്നുന്നു അവിടേക്കുള്ളത്. അപ്പോൾ ഇൻഡിഗോ നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അലയൻസിലാണ് നമുക്ക് സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബുക്കൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് ഫ്രണ്ടിലാണ് കിട്ടിയത്. എനിക്ക് ഹസ്ബൻഡിനും തൊട്ട് ബാക്കിൽ ഉമ്മയും ഉപ്പയും. അപ്പം കുട്ടികളെ ഫ്രണ്ടിലേക്ക് ഇരുത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവന് കുറച്ച് മിഡിലായിട്ടുള്ളൊരു സീറ്റിലായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നല്ലൊരു മൂടൽ പോലെയാണ്. എനിക്ക് വിൻഡോ സൈഡ് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. വീഡിയോസൊന്നും ഞങ്ങളുടെ സൈഡിൽ ഭയങ്കര ഒരു മൂടിയ പോലെയായിരുന്നു കേട്ടോ. അപ്പുറത്തെ സൈഡായിരുന്നു കുറച്ചും കൂടി നല്ല ബ്രൈറ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിതാ ലക്ഷദ്വീപിലെ അഗാട്ടി ഐലൻഡിലേക്ക് എത്തിയിട്ടുണ്ട്, അഗാട്ടി എയർപോർട്ടിൽ. അപ്പോൾ ഇതാ അത്ര ക്ലിയർ ഇല്ല, എന്നാലും നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കളർ കാണാൻ പറ്റുന്നുണ്ടാവും. ലൈറ്റ് ബ്ലൂ ഉണ്ട്, ചില സൈഡിലൊക്കെ ഒരു ഗ്രീനിഷ് ആയിട്ടും കാണാം, പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ അങ്ങനെയുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പം കുഞ്ഞ് എയർപോർട്ടാണ് കേട്ടോ ലക്ഷദ്വീപിലെ എയർപോർട്ട് എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ ഇതാണ് ഫ്ലൈറ്റും ചെറുതാണ്. എനിക്ക് തോന്നുന്നു 60 അത്രയൊക്കെ ആൾക്കാരേ ഉള്ളൂ എന്ന് തോന്നുന്നു. കുറേ ഗ്രൂപ്പായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ട്രാവൽസ് ത്രൂ വന്നവരും. നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓരോ ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ വരുമ്പോൾ കുറേ ടീമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറേ നാട്ടിലെ ആൾക്കാരൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വണ്ടി പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോഴുള്ള വ്യൂ ആണ്. ഇവിടെ ഫുള്ള് ഇത് തന്നെയാണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ മുഴുവനും തെങ്ങാണ് കാണാൻ പറ്റുക. പക്ഷെ അടിപൊളിയാണ് കാഴ്ചയൊക്കെ. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. 2 റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. AC ആണ്. ഇപ്പോൾ അവിടെ നല്ല ചൂടാണ്. അപ്പോൾ നമുക്കിപ്പോൾ വെക്കേഷൻ അല്ലാതെ വരാൻ പറ്റില്ലല്ലോ. പിന്നെ ബാക്കിയുള്ള ടൈമിലൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ചൂടെന്ന് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം റൂമിൽ AC ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ടൈമിൽ നമ്മൾ ബീച്ച് വെള്ളത്തിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചൂടിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര വേർത്തൊലിക്കുക അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളിതാ എന്ന് വെച്ചാൽ ഒരു ചെറിയ വില്ല പോലെയാണ്. അതായത് 3 റൂമുണ്ട്. റൂം ലോക്ക്ഡാണ്, നമുക്ക് ആവശ്യമില്ല. 2 റൂമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഹാള്, കിച്ചണുണ്ട്. കിച്ചണിൽ ബേസിക് ആയിട്ടുള്ള കെറ്റിൽ, വെള്ളം, പിന്നെ ചായപ്പൊടി, പഞ്ചസാര അങ്ങനെയൊക്കെ ഉള്ളുണ്ട്. പിന്നെ ബാൽക്കണി ഉണ്ട്. മുകളിൽ ടെറസിൽ നമുക്ക് എന്തെങ്കിലും, ഇപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഫുള്ള് നനഞ്ഞിട്ടായിരിക്കുമല്ലോ വരിക. അപ്പോൾ അതൊക്കെ ആറിയിടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഒരു വീട് പോലെ തന്നെ. പിന്നെ തൊട്ടടുത്തായിട്ട് ബീച്ച് പോലെ കടൽ നമുക്ക് പോകാൻ ഇറങ്ങാനൊക്കെ പറ്റുന്ന സ്ഥലമുണ്ട്. പക്ഷെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും അവിടെ പറ്റിയിട്ടില്ല. അന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെപ്പോഴും കറക്കമായിരിക്കുമല്ലോ, അതുകൊണ്ട് അവിടേക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയാണ് അവിടുന്ന് കാഴ്ചകൾ. ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് മ്യൂസിയത്തിലേക്കാണ്. പക്ഷേ മ്യൂസിയത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാമെന്ന് എനിക്ക് തോന്നിയില്ല.
അവിടുത്തെ കുറേ പഴയ സംഭവങ്ങളൊക്കെ ആണുള്ളത്. അത് കഴിഞ്ഞ് പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഉള്ളൊരു ബീച്ചിലേക്കാണ് പോയത്. അങ്ങനെ പിറ്റേ ദിവസം നമുക്ക് ഇവിടെ വന്നിട്ട് തന്നെയാണ് പിറ്റേ ദിവസം ഫുള്ള് ബോട്ടിലാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള യാത്ര. അപ്പോൾ നമ്മൾ വന്ന ദിവസം കുറേ കഴിഞ്ഞ് വരുന്ന യാത്രക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. ലഗൂൺ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള. ഇവിടെയും നല്ല രസമാണ്. ഇരുന്ന് നമുക്കെന്താ പീസ്ഫുള്ളായിട്ട് ഇരിക്കാം. കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ വന്ന ദിവസം ഞാൻ പറഞ്ഞില്ല, ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചു. ഒരു ഈവനിങ് ഒക്കെ 4 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് പോയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ 2-3 ബീച്ചിലാണ്. നിങ്ങൾക്ക് ബീച്ചിൻ്റെ കളർ കാണുന്നുണ്ടാവും. ലൈറ്റ് ഗ്രീനും ചില സൈഡിൽ കാണാം, പിന്നെ ലൈറ്റ് ബ്ലൂ, പിന്നെ ഡാർക്ക് ബ്ലൂ, അങ്ങനെയാണ് ഉള്ളത്. നല്ല ക്ലിയർ ആണ് വെള്ളം. കേട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അടിപൊളി ക്ലീനാണ് കേട്ടോ. പിന്നെ നമ്മൾ ടൂറിസ്റ്റുകൾ പോയിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ വൃത്തികേടാക്കി വെച്ചതായിട്ട് കാണാം. അല്ലാതെ അടിപൊളി നീറ്റ് ആൻഡ് ക്ലീനാണ്. കടലിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അല്ലാത്ത സ്ഥലങ്ങളിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ബോട്ടിൽ കാര്യങ്ങൾ അതൊക്കെ ഇടുക. അപ്പോൾ അവിടെ ഇനിയും ഒരുപാട് ഡെവലപ്ഡായി വരാനും ഉണ്ട്. എന്തായാലും അടിപൊളി വ്യൂ ആണ്. കണ്ടാലും കൊതി തീരില്ല എന്ന് പറയുമല്ലോ, അതുപോലത്തെ സ്ഥലമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എവിടെ ചെന്നാലും ഫോട്ടോസ് മാൻഡേറ്ററി ആണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അന്താൻ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെയായിരുന്നു സൺസെറ്റൊക്കെ കാണാൻ. ആ ഒരു ടൈം എപ്പോഴായിരുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടുന്ന് നമ്മൾ ചായയും കടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രെഡ് ഓംലെറ്റും ചായയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ ടൈം കുറേ സമയം ഇരുന്ന് റിലാക്സ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഫസ്റ്റ് ഡേ ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് നമ്മൾ ഫുള്ളൊരു ബോട്ടിലുള്ള യാത്രയാണ്. ഞാൻ കുറച്ചായിട്ട് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഡേ ഫുള്ള് സ്നോക്കലിങ്ങും കാര്യങ്ങളായിരുന്നു. ബോട്ടിൽ പോവുക, പിന്നെ കുറേ സ്ഥലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യുക. ഇതേപോലെ വെള്ളത്തിൻ്റെ നടുക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ചില സ്ഥലങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കവിടെ ഇറങ്ങാം, അവിടുന്ന് ഫോട്ടോസ് എടുക്കാം, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. സെക്കൻഡ് ഡേ ഫുള്ള് നമ്മൾ പുറത്തായിരുന്നു. പിന്നെ തേർഡ് ഡേ ആയിരുന്നു സ്കൂബ ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിവിടെ കുറച്ചെടുത്ത ഫോട്ടോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ വേറൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അൺടിൽ താങ്ക് യു.